നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായി ജില്ല സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൃശൂർ ജില്ല സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടന്നു. ക്യാമ്പ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആരോഗ്യം, ഞങ്ങൾ ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ വന്നതിന് ശേഷം നമ്മൾ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള മരുന്ന് വരെ നമ്മൾ ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ജൻ ഔഷധിന്നോ അല്ലെങ്കിൽ നീതി സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ പര്യാപ്തമായ തരത്തിൽ പെട്ടെന്ന് തന്നെ മേടിച്ച് കൊടുക്കാവുന്ന തരത്തിലുള്ള അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പൈസ വെച്ച കൂട്ടത്തിലാണ് നമ്മൾ. അത് കാർഷിക മേഖലയിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം, ഒരു അസുഖം വന്ന് നമുക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ ജീവൻ പോയിട്ട് നമുക്ക് മരുന്ന് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. അപ്പോൾ അത് ആ സന്ദർഭത്തിൽ തന്നെ ഉപയോഗിക്കാൻ പര്യാപ്തമാകുന്ന തരത്തിൽ സഹായം ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ പോലും ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം എം അയ്യാവു, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ മൊബൈൽ ഒഫ്താൽമിക് സർജൻ ഡോക്ടർ അശ്വതിയുടെ നേതൃത്വത്തിൽ രോഗികളെ പരിശോധിച്ചു. തൃശൂർ ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ, ഒപ്ട്രോമിസ്റ്റുകൾ എന്നിവരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമാക്കി. ക്യാമ്പിൽ 120 രോഗികൾ പങ്കെടുത്തു. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ക്ഷയരോഗ സ്ക്രീനിംഗും ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു. നമ്മുടെ നാട്ടിൽ ഈ ബ്ലൈൻഡ്നെസ് അഥവാ അന്ധത മൂലം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഘട്ടങ്ങളായിട്ട് ഇവിടെ അന്ധത കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടി നടത്തുന്നത്. തിമിരം മൂലം, അതേപോലെ തന്നെ കണ്ണിന്റെ ദൃശ്യപടലത്തിന്റെ തകരാറ് മൂലം, കണ്ണിന്റെ ഉള്ളില് പ്രഷറിന്റെ തകരാറ് മൂലം, ഇത് കൂടാണ്ട് മറ്റ് റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ തൊട്ട് പല ആൾക്കാരുടെ അധ്യയനവും പ്രവർത്തനത്തിലൊക്കെ കുറവുണ്ടാവുന്നുണ്ട്. അത് നികത്തിയെടുക്കാനും പണ്ടൊക്കെ നമുക്ക് കാറ്ററാക്ട് സർജറിക്കൊക്കെ വളരെയധികം പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള ഓഫീസർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ ടീം ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിച്ച് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പരിപാടിക്ക് എത്തിയിട്ടുള്ള ഇതിന്റെ ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശശിമാഷിന് ആദ്യം തന്നെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് CCV ന്യൂസ് കൊണ്ടാഴി.